അപ്പം നമ്മൾ ബദ്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ സാധാരണ വീടിൻ്റെ അടുത്തുള്ള എവിടെയായിരുന്നു പോയി കാണാറ്, സഹാറ സെൻറ്ററിൽ. ഇപ്രാവശ്യം നോക്കുമ്പോൾ അവിടെ എല്ലാം ബുക്ക്ഡാണ്. അപ്പോൾ നമ്മളോർത്ത് എന്തായാലും ഈ സിനിമ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലത്തേന് ബുക്ക് ചെയ്തു. എല്ലാ തിയേറ്റർ ഷോയും ഫുള്ളാണ്. ഇന്നലെ രാത്രിയിലെ ഷോയും ഫുള്ളാണ്. ഇന്നലെ പകലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഷോയും തന്നെ ഫുള്ളാണ്. മുന്നിലത്തെ റോയൊക്കെ ചിലയിടത്ത് ഉള്ളൂ. അതെ, അതുകൊണ്ട് നമ്മൾ എന്തായാലും വാശിക്ക് നമ്മൾ റീൽ സിനിമാസിൽ ബുക്ക് ചെയ്തു. സിനിമാസിൽ കാണുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു 20 മിനിറ്റ് നേരത്തെ തിയേറ്ററിലെത്തുന്നത്. അത് നമ്മുടെ വീടിനടുത്ത് 35 കിലോമീറ്റർ ഉണ്ട്. അവിടെ വരെ വന്നിട്ടാണ് നമ്മൾ സിനിമ കണ്ടത്. അതെ, ഇതിനു മുന്നേ നമ്മൾ നിവിൻ പോളിയുടെ കണ്ടത് സർവ്വമായ ആയിരുന്നു. അതും നല്ല സിനിമയായിരുന്നു. അതേ പ്രതീക്ഷയാണ് വന്നത് കേട്ടോ. കാരണം അതേപോലെ ഒരു പടമായിരിക്കും എന്ന് വിചാരിച്ചത്. എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല. നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ ഗിരീഷ് ഷൈഡി എന്ന് പറയുന്ന ഡയറക്ടർ ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രതീക്ഷ അതിലും ഉണ്ടല്ലോ. അതെ, പ്രേമലു, തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, അതെല്ലാം അവരുടെ അല്ലേ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു. അതിലെല്ലാം മമിത ബൈജു ഉണ്ടല്ലേ. അപ്പൊ നിവിൻ പോളി ആദ്യമായിട്ട് അവരോട് വരുന്നത്. നിവിൻ പോളിനെ ആദ്യമായിട്ട്. ഈ പടം നിർമ്മിച്ചേക്കുന്നത് നമ്മുടെ ഭാവന സ്റ്റുഡിയോസ് ആണ്. നമ്മുടെ ഫഹദ് ഫാസിൽ, അതുപോലെ ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ, ആ ടീമിന്റെ ഭാവന സ്റ്റുഡിയോസ് ആണ് നിർമ്മിച്ചേക്കുന്നത്. എന്തായാലും അവരുടെ ഭാഗ്യ സമയം കേട്ടോ. പ്രേമലൂര് കോടികൾ വാരി, ഇതെന്തായാലും കോടികൾ വാരി. അതെന്തായാലും നല്ല അടിപൊളി. എനിക്ക് വന്ന് അവർക്ക് ഗിരീഷ് ഷൈഡി എന്നുള്ള ഡയറക്ടറിനെ അത്രയ്ക്ക് അങ്ങ് പിടിച്ചു പോയി കാണും. കാരണം നാച്ചുറൽ ഒരു പ്രത്യേക തരം കോമഡികൾ അല്ലേ. അതിലെല്ലാം കോമഡിക്കായിട്ട് കോമഡി പറയുന്നല്ല, ഒരു ആ ഫ്ലോയിൽ വരുന്ന കോമഡിയില്ല, അത് മാത്രമേ ഉള്ളൂ. എല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നിവിൻ പോളി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, ഈ മസാല ദോശനോട് വട കിട്ടുന്ന പോലെ നിവിൻ പോളിന്റെ കൂടെ അജു വർഗീസ് ഉണ്ടാവും നല്ലേ. പക്ഷേ ഇതില് നിവിൻ പോളിന്റെ കൂടെ എന്തായാലും ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് നമ്മുടെ അമൽ ഡേവിസ് ആണ്, നമ്മുടെ സംഗീതാണ്, പിന്നെ സുരേഷ് കൃഷ്ണ. രണ്ടുപേരും അടിപൊളിയായിരുന്നു. അത് പിന്നെ അത് അവര് മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരുണ്ട്. എല്ലാം ശ്യാമൊക്കെ പ്രേമലൂരിലുള്ള അവരെല്ലാം നല്ല ആൾക്കാരായിരുന്നു. എല്ലാവരും നല്ല കോമഡി അടിപൊളിയായിരുന്നു അവരുടെ എല്ലാം കൂടെ. പിന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ ഫൈറ്റ് ഒന്നുമില്ല. പറഞ്ഞ ഫൈറ്റ് കണ്ടാൽ നമുക്കൊരു രസം തോന്നുന്ന ഫൈറ്റ് ആയിരുന്നു. പിന്നെ സിനിമ കാണുമ്പോൾ നമുക്ക് വലിയ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും, നമുക്ക് കാണുമ്പോഴേ നമുക്കറിയാം ഇങ്ങനെ ആയിരിക്കും സിനിമ, നമുക്ക് അറിയാൻ പറ്റും. കാരണം സിനിമ തുടങ്ങുന്നത് തന്നെ നമ്മൾ ഇപ്പം മമിത ബൈജു ന്യൂസിലൻഡിൽ നിന്നല്ലേ, അയർലൻഡ് അവിടെ ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ചു വരുന്ന ഇതാണ് കാണിക്കുന്നത്. എന്നിട്ട് എവിടെയോ അവിടെ നിന്ന് തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. അപ്പം പിന്നെ ഫ്ലാഷ് ബാക്ക് ആണ്, 2 വർഷം മുമ്പത്തെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം സിനിമയുടെ എങ്ങോട്ടാ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെയാണ് വന്നത്. കണ്ടിരിക്കാനുള്ള ഫീൽ ഗുഡ് ആയ സിനിമയാണ്. അതെ അല്ലേ, ബോറടിക്കത്തില്ല, നമുക്ക് കാണാനൊരു രസം തോന്നുകയും ചെയ്യും. കാരണം ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ഒരു പ്രഡിക്ഷൻ ആയിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്, ഇന്നതായിരിക്കാം എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ടെങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു രസമുണ്ടത്. മൊത്തത്തിൽ ആ ലൈറ്റിംഗ് ആണേലും ആ വീടുകൾ അല്ലേ, അവരുടെ വീടുകളെല്ലാം കാണാൻ ഒരു രസമായിരുന്നു. പിന്നെ ഓവറായി ലൈറ്റിംഗ് ഇല്ല, അങ്ങോട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അതെ അതെ, പേരൻസ് തമ്മിലുള്ള ബന്ധം, മക്കൾ തമ്മിലുള്ളതും നല്ല ഒരു ഫാമിലി എന്റർടൈനറാണ്. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് പിള്ളേർക്കൊക്കെ അവധിയുള്ള സമയത്ത് ഓണക്കാലത്ത് പോയി കാണാൻ പറ്റിയ സിനിമ. അങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടുകൂടി കാണണ്ട, അപ്പം ചിലപ്പം അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും കണ്ടിരിക്കാം, നല്ല ബോറടിക്കൊന്നുമില്ല. നല്ല കോമഡിയും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്. പിന്നെ കഥ ഭയങ്കര വലിയ കഥയൊന്നുമല്ല, ഒരു നോർമൽ കഥ, പക്ഷെ നല്ല വൃത്തിയിലെടുത്തിട്ടുണ്ട്. അതെ അതെ, നല്ല രസമുണ്ട്. കാരണം കോമഡി പറയാനായിട്ട് അങ്ങ് ഉണ്ടാക്കി കോമഡി പറയുന്നൊന്നുമല്ല. പാട്ടുകളൊക്കെ വരുന്ന ആ ഫ്ലോയിൽ നല്ല ഒരു പാട്ടിന് വേണ്ടി പാട്ട് അങ്ങനെയൊന്നുമില്ല. ആ ഒരു വരുന്നു, ഇവിടെ ഒരു പാട്ട് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴത്തേനും ഓക്കെ പാട്ട് വന്നു. പിന്നെ ഒരു മേക്കപ്പ്, ഓവറായിട്ട് മേക്കപ്പേ ഇല്ല. മമിത ബൈജുവിനെ കണ്ടാൽ അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ലെങ്കിൽ പോലും സാധാരണ ആൾക്കാരെ കാണുന്ന പോലെ തന്നെ. അപ്പൊ അതുപോലെയല്ല, അത് മാത്രമല്ല ഈ മമിത ബൈജു അഭിനയിക്കുന്ന കഥാപാത്രം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പെൺപിള്ളേരുണ്ട്. ആ കാണുന്ന കുറെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന കുറെ പെൺപിള്ളേരിലെ ഒരാള്, അതുപോലത്തെ ആളാണ്. അത് നിവിൻ പോളി അതെ, നാച്ചുറലായിട്ട് നാട്ടിൻ പുറത്ത് കാണുന്ന ഒരാളുടെ എങ്ങനെയാണോ അയാളുടെ മച്യൂരിറ്റി, അയാളുടെ ഫീലിങ്സ് അങ്ങനെയൊക്കെ എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും നോർമൽ ഒരാൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു തരത്തിൽ ഒക്കെ ഒരു അല്ലേ, കുറച്ചൊരു ഒതുക്കത്തിൽ ഇങ്ങനെ കൈകാര്യം ചെയ്തേക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. എല്ലാം തന്നെ ക്യാരക്ടേഴ്സ് എല്ലാവരെയും സെലക്ട് ചെയ്തേക്കുന്ന സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. കാസ്റ്റിംഗ് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം എല്ലാവരും ആ ഒരു ഓരോരോ ക്യാരക്ടറിനും ആപ്റ്റായിട്ടുള്ള ആൾക്കാർ തന്നെ എടുത്തേക്കുന്ന പോലെ. ഞാൻ നോക്കുമ്പം ഏതെങ്കിലും ഇവയൊക്കെ അപ്പുറത്തിരുന്ന് ചില കോമഡിക്കെല്ലാം ഭയങ്കര ചിരിക്കുന്നവരായിരുന്നു. ഇവർ സാധാരണ ഇവർക്ക് കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ബോറടിക്കും, അല്ലെ സിനിമ തീരാനായോ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ ഇത് അവർ രസത്തിൽ അവർ അങ്ങ് എൻജോയ് ചെയ്യുന്നുണ്ട്. പിള്ളേരാണെങ്കിൽ കൂടി ഇങ്ങനെ ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. ചില കോമഡികൾ അവർ പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്.
അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ള പോലത്തെ ഒരു കോമഡികളൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ മലയാള സിനിമയിലെ തമാശ അത്ര പെട്ടെന്ന് അവർക്ക് ഓടൂല, ഓടല്ലോ, പെട്ടെന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ ഈ ഇത് പ്രാവശ്യം പക്ഷേ നല്ല ഇതില് അങ്ങനെയല്ല, സാധാരണ നമ്മൾ സിനിമയിൽ കാണൂലേ ഈ ഇംഗ്ലീഷ് കലർത്തിയ ഡയലോഗുകൾ, അങ്ങനെയൊക്കെയല്ലേ അധികം വരുന്നത്. അതൊന്നുമില്ലല്ലോ. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല, നോർമൽ നമ്മൾ സംസാരിക്കുന്ന പോലെയുള്ള നല്ല മലയാളത്തിലുള്ള ഡയലോഗുകളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇവർക്ക് മലയാളം കൂടുതൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ മലയാളം വേർഡ്സ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവർക്ക് കുറച്ച് ഇങ്ങനെ മനസ്സിലാവാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇതങ്ങനെ വന്നിട്ടില്ല, വളരെ നന്നായിട്ട്. ഇപ്പോൾ സാധാരണ കാണുന്ന സിനിമയിൽ കാണുന്ന പോലെ ഒത്തിരി ഇംഗ്ലീഷ് ഡയലോഗുകളൊന്നുമില്ല, നല്ല നോർമലായ നല്ലൊരു കുടുംബ ചിത്രം അല്ലേ? അതെ, നല്ലൊരു കുടുംബ ചിത്രം, ഓണത്തിന് കാണാൻ പറ്റിയ നല്ലൊരു കുടുംബ ചിത്രം. അതെ. പിന്നെ കഥ അങ്ങനെ ഭയങ്കര വലിയ കഥയുണ്ടെന്ന് ഓർത്തുകൊണ്ട് പോകരുത്. അത് പിന്നെ അങ്ങനെ വിചാരിച്ച് പോയാൽ പിന്നെ വർക്കാകത്തില്ല. പക്ഷേ നോർമൽ കഥ നാച്ചുറലായിട്ട് കാണണം. നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ആൾക്കാരെ നമുക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളിയാ കേട്ടോ. ഡയറക്ടർ എന്തോ പറയുന്നുണ്ട് നമ്മളോട്. ഡയറക്ടർ ക്യാമറേൻ്റെ പുറകെ നിൽക്കുന്ന ഇസക്കുട്ടിയാണ്. ഇസക്കുട്ടി ഞങ്ങളോട് പറയുന്നുണ്ട് ഇങ്ങനെ കൂടിക്കൂടി പോകുന്നുണ്ട്, നിർത്തിക്കോ രീതിയിൽ. ഇവിടുത്തെ ഗിരീഷ് ഐഡിയാണ് ബാക്കിൽ നിൽക്കുന്ന ഇസാക്കുട്ടി. കാരണം ചൂടായ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇസക്കുട്ടിക്ക് സിനിമ കണ്ട് ചൂടോടെ വന്നാണ്, പുറത്തും നല്ല ചൂടാണ്, നമ്മൾ സിനിമേന്റെ ചൂടും മാറിയിട്ടില്ല, ആ ചൂടോടെ വന്ന് പറയുന്നത് കേട്ടോ. അതെ, പുറത്തും ചൂടാണ്. അപ്പോൾ ഇസക്കുട്ടീൻ്റെ മൂക്കിന്നൊക്കെ ഇങ്ങനെ വേർത്ത് ഒഴുകുന്നു. അപ്പോൾ ഇസക്കുട്ടി പറയും മതി നിർത്തിക്കോളെ. അപ്പൊ എന്നാ എല്ലാവർക്കും ടാറ്റ. പിന്നെ അപ്പൊ എന്തായാലും ഒരു മസ്റ്റ് വാച്ച് കേട്ടോ, എല്ലാരും പോയി കാണാം.